അൾട്രാവയലറ്റ് റേസ് ഇൻഡെക്സ് 10 കൂടുന്നത് വളരെ ദോഷവശങ്ങളൊക്കെ ഉണ്ടാക്കും. അങ്ങനെയുള്ള സ്ഥലത്ത് നല്ലോണം നമ്മൾ അൾട്രാവയലറ്റിനെതിരെയുള്ള പ്രൊട്ടക്ഷൻ ചെയ്യണം. അപ്പോൾ ഈ അൾട്രാവയലറ്റ് റേസ് നമ്മുടെ ചർമ്മത്തിൽ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അൾട്രാവയലറ്റ് റേസ് 2 തരമുണ്ട്, അൾട്രാവയലറ്റ് എയും അൾട്രാവയലറ്റ് ബിയും. അൾട്രാവയലറ്റ് എ റേസ് ആണ് കുറച്ചുകൂടെ ലോങ് വേവ് ലെങ്ത് കൂടുതലായിട്ട് സ്കിന്നിൻ്റെ ആഴത്തിലേക്ക് അത് പോവുകയും അത് കാരണം നമുക്ക് സ്കിന്നിൽ റിങ്കിൾസ്, സ്കിൻ ഏജിങ് ചേഞ്ചസ് ഒക്കെ ഉണ്ടാക്കുന്നത് അൾട്രാവയലറ്റ് എ ആണ്. അപ്പോൾ ഇത് കുറച്ചുകൂടെ ഒരു ലോങ് ടേം, ഒരുപാട് കാലം നമുക്ക് അൾട്രാവയലറ്റ് റേസ് ഉണ്ടാക്കുന്ന ക്രോണിക് ഇഫക്ട്സ് ആണ്. കൂടുതലായിട്ട് അൾട്രാവയലറ്റ് ബി ആണ് നമുക്ക് ടാനിങ്, സ്കിന്നൊന്ന് കറുത്ത് വരും, എല്ലാവർക്കും അറിയാം. പാശ്ചാത്യ രാജ്യങ്ങളിൽ ഈ ടാനിങ് വളരെ ആക്സെപ്റ്റഡ് ആയിട്ട് അവർ ടാൻ ചെയ്യാൻ വേണ്ടി പോയി വെയിലത്ത് കിടക്കുന്ന സൺ ബാത്തിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിൽ ടാനിങ് അത്ര ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള സംഭവമല്ല. പിന്നെ അൾട്രാവയലറ്റ് റേസ് കാരണം മുഖത്ത് കുറച്ച് പുള്ളിക്കുത്തുകൾ, സൺ സ്പോട്ട്സ് വരും, ഏജിങ് സ്പോട്ട്സ്, ലെൻറ്റിജീൻസ്, ഫ്രെക്കിൾസ് എന്നൊക്കെ പറയുന്ന കുറേ സ്പോട്ട്സ്. പിന്നെ അൾട്രാവയലറ്റ് ബി ബേൺസ് ഉണ്ടാക്കും, സൺ ബേൺസ്. നമുക്ക് പലപ്പോഴും കുറച്ചുകൂടെ ചൂട് കൂടുമ്പം പ്രത്യേകിച്ചും ഒരു രാവിലെ 10 തൊട്ട് 12 മണി വരെ സമയത്തൊക്കെ പുറത്തു നിന്ന് ജോലി ചെയ്യുന്നവരോടൊക്കെ അലേർട്സ് ഒക്കെ കൊടുക്കാറുണ്ട്. സ്കിൻ പെട്ടെന്ന് പൊള്ളി വരിക, സ്കിൻ ചുമക്കുക, വേദന പോലെ വരിക, സ്കിൻ കുടുന്നു വരിക, ബ്ലിസ്റ്റേഴ്സ് പോലെയൊക്കെ വരുന്നതാണ്, കുമിളിച്ച് വരുന്നതാണ് സൺ ബേൺ ഇഫക്ട്സ്. അത് കുറച്ചുകൂടെ പെയിൻഫുൾ ആയിട്ടും പെട്ടെന്ന് ചികിത്സയൊക്കെ നേടേണ്ട ഒരു കണ്ടീഷനാണ്. പിന്നെ നമുക്ക് സൺ ടാനിങ്ങിനെ കുറിച്ച് കൂടുതലായിട്ടൊന്ന് സംസാരിക്കാം. സൺ ടാനിങ് ഞാൻ പറഞ്ഞില്ലേ, പൊതുവേ നമ്മുടെ നാട്ടിൽ ആർക്കും ടാനിങ് അത്ര ആക്സെപ്റ്റബിൾ അല്ല. നമ്മൾ പൊതുവേ ഡാർക്ക് സ്കിന്നെ അത്ര ഒരു അംഗീകരിക്കുന്ന ഒരു സമൂഹമല്ല. എന്നാൽ ഒരു പരിധി വരെ നമുക്ക് ഡാർക്ക് സ്കിന്നിന് നല്ല വശമുണ്ട്. സ്കിന്നിൽ മെലാനിൻ്റെ അളവ് കൂടുമ്പോഴാണല്ലോ ഈ ടാൻഡ് ആയിട്ടിരിക്കുന്നത്. മെലാനിൻ്റെ അളവ് കൂടുതലുള്ള സ്കിന്നിന് കൂടുതൽ സൺ പ്രൊട്ടക്ഷനുള്ളയും പ്രത്യേകിച്ചും നമുക്ക് സ്കിൻ ക്യാൻസേഴ്സ് പോലുള്ള കാര്യങ്ങളിൽ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഈ മെലാനിൻ്റെ അളവ് കൂടുതലുള്ളതുകൊണ്ടാണ്. എന്നാൽ നമുക്ക് ടാനിങ്ങിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം? നമുക്ക് നല്ല സൺസ്ക്രീൻസ് യൂസ് ചെയ്യുക. സൺ പ്രൊട്ടക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ്. ഇപ്പോൾ എല്ലാവർക്കും അറിയാം സൺസ്ക്രീൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ടാനിങ് ഒരു പരിധി വരെ നമുക്ക് പ്രതിരോധിക്കാം എന്നുള്ളത്. സൺസ്ക്രീൻസിൽ സൺ പ്രൊട്ടക്ഷൻ ഫാക്ടറിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. SPF കൂടി വരുന്ന എല്ലാവരും 50, 100 ഒക്കെ ഉള്ള സൺസ്ക്രീൻസൊക്കെ ഇപ്പം മാർക്കറ്റിലൊക്കെ ഇടയ്ക്ക് കാണാം. 30 വരെ ഉള്ള SPF മതി നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള സൺസ്ക്രീൻസ് യൂസ് ചെയ്താൽ മതി. ഡോക്ടർ നിർദ്ദേശപ്രകാരം നല്ല സൺസ്ക്രീൻസ്, ബ്രോഡ് സ്പെക്ട്രം, എല്ലാത്തരം റേസ്, അൾട്രാവയലറ്റിനെയും വിസിബിൾ റേസിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സൺസ്ക്രീൻസ് യൂസ് ചെയ്യുക. കൂടാതെ നല്ല ടാനിങ്ങിന് ഇപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സും ഡോക്ടേഴ്സിൻ്റെ സൂപ്പർവിഷനിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. കെമിക്കൽ പീലിംഗ്, ലൈറ്റനിങ്, ലേസേഴ്സ്, ഇങ്ങനെയൊക്കെയുള്ള ട്രീറ്റ്മെൻറ്റും ഇപ്പോൾ അവൈലബിൾ ആണ്.